Hi, this is Basil. എന്താണ് ടെറേറിയം? ടെറേറിയം എന്നുള്ളത് ഒരു ഭൂമിയുടെ ഒരു മിനിയേച്ചർ ആയിട്ട് നമുക്ക് കാണാം. ഒരു കൊച്ചു ഭൂമി, നമ്മുടെ കൈക്കുള്ളിൽ ഒതുങ്ങാവുന്ന ഒരു കുപ്പിക്കുള്ളിലെ കൊച്ചു ഭൂമിയായിട്ട് നമുക്ക് ടെറേറിയത്തെ വിശേഷിപ്പിക്കാം. ഈ ഭൂമിയിൽ നടക്കുന്ന, ചെടികളിൽ നടക്കുന്ന പ്രകാശ സംശ്ലേഷണവും അതുപോലെ തന്നെ ട്രാൻസ്പിരേഷൻ, പ്രസിപ്പിറ്റേഷൻ, അത് മഴയായി തിരിച്ചു വരുന്നതും ഇതെല്ലാം നമുക്ക് ഈ കൊച്ചു ക്ലോസ്ഡ് ടെറേറിയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ഒരു ടെറേറിയം എന്നത്. എങ്ങനെ ഈ കൺസെപ്റ്റിലേക്ക് എത്തി? ഈ കൺസെപ്റ്റിലേക്ക് എത്തുന്നത് ചെടികൾ സംരക്ഷിച്ചു വരുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു. പ്ലാന്റുകൾ ഇങ്ങനെ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പഠിക്കുന്ന കാലം തൊട്ടേ സംരക്ഷിച്ചു വരുന്നു, കുറച്ച് വളർത്തുന്നു, അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുമ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം പോലെ ഉണ്ടായിരുന്നെങ്കിലും ഹോബി ആയതുകൊണ്ട് അത് കീപ്പ് ചെയ്തു പോകുന്നു. അതിൻ്റെ ഇടയിലാണ് ഡേവിഡ് ലാറ്റിമർ എന്ന് പറയുന്ന ഒരു ഗാർഡനറുടെ ഒരു അപ്പൂപ്പൻ ഒരു വലിയ ടെറേറിയം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കാണാനിടയായത്. അങ്ങനെയാണ് കുറച്ചുകൂടി രസകരമായിട്ട് ഓക്കെ എങ്കിൽ ഇങ്ങനെ കുപ്പിക്കുള്ളിൽ ചെടി വളരുമോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് കുറച്ച് ചെടികൾ നട്ടു വളർത്തി അതിൻ്റെ ഒപ്പം നമ്മൾ അതിനെ നട്ടു വളർത്താൻ തുടങ്ങി. അതാണ് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്. അതിനുശേഷം പിന്നീട് ടെറേറിയം ഒരു ഹോബിയായി കൊണ്ടുപോയി പിന്നെ അത് പ്രൊഫഷണലായിട്ട് ചെയ്ത് ഇപ്പോൾ രസകരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. യൂഷ്വലി ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണോ? ഒരുപാട് ദിവസത്തെ പ്രോസസ്സ് ഉണ്ടോ? ഇത് ഡിപ്പെൻസ്. ഓരോ ടെറേറിയത്തിന്റെ സൈസും സ്റ്റൈലും അനുസരിച്ചുള്ള ഡിഫിക്കൽട്ട് ഉണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് മേക്ക് ചെയ്യാന്നുള്ളതല്ല ഇതിന്റെ ഒരു പ്രോബ്ലം. ഇത് സ്റ്റേബിൾ ആക്കുക എന്നുള്ളതാണ്. ഇത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ബട്ട് ഒരു 1 month ടൈമൊക്കെ നമുക്ക് സ്റ്റേബിൾ ആവാനുള്ള ഒരു സമയമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒറ്റയടിക്ക് ഇതിന് വാട്ടറിങ് ചെയ്യല്ല, വെള്ളം ഒത്തിരി ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ആവശ്യമുള്ള കറക്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ലൈറ്റിംഗ് കൊടുക്കുക. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഇത് ഓപ്പൺ ചെയ്ത് വാട്ടറിങ് നടത്തുക, അത് ക്ലീൻ ചെയ്യുക. ഭയങ്കര ചീയുന്ന ലീഫുകൾ, ഡെഡ് ആയിട്ടുള്ള ലീഫുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക, ക്ലിയർ ചെയ്യുക. ഇങ്ങനത്തെ കുറച്ച് പ്രോസസ്സുകളുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു 1 month ടൈമിൻ്റെ ഉള്ളിൽ ഇത് നമ്മൾ ക്ലിയർ ആക്കി ചെയ്യുക. സോ ഇത് സ്റ്റേബിൾ ആവും. വൺസ് ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതാണ്, ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് അല്ല, കമ്പാരിറ്റീവ്ലി ഈസി ആണെന്ന് തന്നെ പറയാം. ഇത് എത്ര കാലം വരെ നിലനിൽക്കും, ഇതിൻ്റെ ആയുസ് എത്രയാണെന്നുള്ളത്. ഒരു ടെറേറിയത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഇപ്പം നിലവിലെ ഏറ്റവും പഴക്കമുള്ള ടെറേറിയം എന്ന് പറയുന്നത് നമുക്ക് ഡേവിഡ് ലാറ്റിമറിൻ്റെ, നേരത്തെ പറഞ്ഞ ഡേവിഡ് ലാറ്റിമറിൻ്റെ ഒരു ടെറേറിയം ഉണ്ട്. അത് ഒരു 65 കൊല്ലത്തോളം പഴക്കമായിട്ട് ഇപ്പോഴും സ്റ്റേബിളായിട്ട് നിൽക്കുന്നു. സോ അപ്പോൾ അതിനും മേലേക്ക് നിൽക്കുമായിരിക്കാം. അതാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത്. അപ്പോൾ നമുക്കൊരു ആയുസിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗാർഡൻ മെത്തേഡാണ് ടെറേറിയം എന്ന് പറയുന്നത്. ചെടികൾ വളരും തോറും അത് മുറിച്ച് കളയുന്ന പാടല്ലേ എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. യഥാർത്ഥത്തിൽ ഇതിന്റെ മെയിൻ്റെനൻസ് പറയുന്നത് ഒരു പ്രൂണിങ് ആണ്. പ്രൂണിങ് സെക്ഷൻ നമുക്ക് വളരും തോറും കമ്പാരിറ്റീവ്ലി ഇത് വളരെ സ്ലോ ഗ്രോത്ത് ആയിരിക്കും ഈ ടെറേറിയത്തിന്റെ ഉള്ളിൽ എന്ന് പറയുന്നത്. പിന്നെ വലിയ ഹാർഡ് സ്കേപ്പിംഗ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കേപ്പ് ആണെങ്കിൽ നമുക്ക് ട്രിമ്മിങ് വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഈ മോസ് വെച്ചിട്ടുള്ള മോസേറിയംസ് ഒക്കെയാണ് കൂടുതൽ ചെയ്യുന്നതെങ്കിൽ മെയിൻ്റെനൻസ് അതിലും വളരെ കുറവായിരിക്കും. കാരണം അധികം ഹൈറ്റിലേക്ക് ഇത് വളരില്ല. അപ്പോൾ അതിൻ്റെ പ്രൂണിങ് വളരെ സ്ലോ ആയിരിക്കും. സോ പ്രൂണിങ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിന് ലൈറ്റിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. ലൈറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു ഭൂമിയുടെ ഒരു മിനിയേച്ചറാണ്. സോ സൂര്യനിൽ നിന്ന് ലൈറ്റ് കിട്ടിയിട്ട് പ്രകാശ സംശ്ലേഷണം നടത്തുന്നവയാണ് ചെടികൾ. അപ്പോൾ ഈ സൂര്യന് പകരം നമ്മൾ റെപ്ലിക്ക കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ കൊടുക്കുന്നതാണ് ഈ ലൈറ്റ് എന്ന് പറയുന്നത്. സോ ലൈറ്റ് ഒരു 6 to 10 hours വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെറേറിയത്തിന് കൊടുക്കാൻ പറ്റും. എങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഗ്രോത്ത് കിട്ടുക. ഇതിൻ്റെ കളറ് വേരിയേഷൻ ഒക്കെ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു വേരിയൻറ്റ് പ്ലാന്റുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഗ്രോത്ത് കിട്ടണമെങ്കിൽ ഗുഡ് ലൈറ്റ് കൊടുക്കണം. അതൊരു 10 hours വരെ കൊടുത്തേ മതിയാവും. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഏറ്റവും കൂടുതൽ സെല്ലാവുന്ന എവിടെയാണെന്നുള്ളതാണ്. അതൊരു രസമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇന്ന് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ചൂസ് ചെയ്യുന്നുണ്ട് ഈ ടെറേറിയം. ബർത്ത്ഡേ, ഹൗസ് വാമിങ്, അതുപോലെ
ടേബിൾ ടോപ്പ് ആയിട്ട് ഇപ്പോൾ IT ഫീൽഡ്, പ്രത്യേകിച്ച് IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ഒരു ടേബിൾ ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി, ഒരു ചെറിയ അലങ്കാരത്തിനായിട്ട്, ഒരു സ്ട്രെസ് റിലീഫായിട്ട് ഒക്കെ ഉപയോഗിക്കുന്നത് ഈ ടെറേറിയംസ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, റിസോർട്ടുകൾ, ഇതൊക്കെ ഒരു സാധ്യതയാണ്. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു മെയിൻ സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ടെറേറിയം മേക്കിംഗ് പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ടെറേറിയം മേക്കിംഗ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്, വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മൾ KFRI, പിന്നെ MSSR, സ്വാമിനാഥൻ ഫൗണ്ടേഷൻ, അതുപോലെ കുറേ സ്കൂളുകൾ, കോളേജുകൾ, അതുപോലത്തെ IT മേഖല, അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇവിടെയെല്ലാം നമ്മളിങ്ങനെ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നമ്മൾ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 1-to-1 ആയിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഓരോ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സെഷനായിട്ട് നമ്മൾ എടുത്തു കൊടുക്കും.